നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഒരു പാട്ട് പാടി നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നമ്മൾ പാടിക്കൊണ്ടിരുന്ന പാട്ടാണ് തുണയെനിക്കേശുവാ അനുദിനം മറവിൽ വാസേ പകയന്റെ പകരുന്ന വ്യാധിയിലും പകലിലും വേലും താൻ പകർന്നിടും തുണയനെ കുറവിനെ അനുദിനം വളരെ അർത്ഥപൂർണമായ ഒരു പാട്ടാണ് നമ്മൾ പാടിയത്. അതിൻ്റെ വരികൾ ശ്രദ്ധിച്ചാൽ അറിയാം. തുണ എനിക്ക് യേശുവ, കുറവിനെ ലതാൽ. നമ്മൾ അർത്ഥം മനസ്സിലാക്കി പാടിക്കഴിഞ്ഞാൽ ഇന്നിവിടെ കേൾക്കാൻ പോകുന്ന പ്രസംഗത്തെക്കാൾ എത്രയോ എഫക്റ്റുള്ള പാട്ടാണ്. എത്രയോ നാളുകളായി ക്രിസ്തീയ ലോകത്ത് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ഇതെന്ന് പ്രത്യേകം ഓർക്കണം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 26, 27, 28 വാക്യം ഞാൻ വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 26, 27, 28 വാക്യങ്ങൾ. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. ഇതനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദനമായിരിക്കണമേ. ഈ ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ഈ മക്കളെ വാഴ്ത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നതിനായ ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. കുറവുകളെ ക്ഷമിക്കണമേ, പരിഹാരം തരണമേ, സന്നദ്ധിബോധം ഞങ്ങൾക്ക് തരണമേ, ഏകാഗ്രത ഹൃദയം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് വിശുദ്ധ സഭകളിൽ, പ്രത്യേകിച്ച് മാർത്തോമാ സഭയിൽ ഏവൻഗേലിയനായി വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യമാണ്. കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച്, തിരുവത്താഴ് ശുശ്രൂഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നതായിട്ടുള്ള ഒരു വേദഭാഗമാണ്. കർത്താവ് അപ്പവീഞ്ഞങ്ങൾ എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. അതിനുശേഷം അതെന്താണെന്ന് ശിഷ്യന്മാരോട് വിവരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് സഭ ഇന്ന് ചിന്തിക്കുന്ന ചിന്താവിഷയം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്, ഒരു മുന്നാസ്വാദനമാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സഭ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും 1-2 പ്രസംഗങ്ങൾ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നീട് പെസഹ വ്യാഴാഴ്ചയും പെസഹ ബുധനാഴ്ചയും ഒക്കെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. കർത്താവ് അപ്പവീഞ്ഞങ്ങളെടുത്ത് വാഴ്ത്തി സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്ത ഭാഗമൊക്കെ വിവരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. സുവിശേഷ ഭാഗങ്ങളിൽ 4 ഭാഗങ്ങളിലും കർത്താവ് വിശുദ്ധ അപ്പവീഞ്ഞങ്ങളെടുത്ത് സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഭാഗം പറയുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ്, മർക്കോസ്, മത്തായി, യോഹന്നാൻ എഴുതിയ സുവിശേഷങ്ങളിൽ. എന്നാൽ വിശുദ്ധ പൗലോസ് കർത്താവ് പറഞ്ഞ കാര്യം റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് 1 കൊരിന്ത്യർ 11:23 വാക്യം. ഇന്ന് 1-ാം പാഠം നിങ്ങൾ വായിച്ച് കേട്ടോ. 1-ാം പാഠത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 1-ാം പാഠം വായിച്ച് നിങ്ങളെല്ലാവരും കേട്ടല്ലോ. എന്താണ്? കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും ഇസ്രായേൽ ജനം ആട്ടിൻകുട്ടിയുടെ രക്തം പുരട്ടി. രാത്രിയുടെ യാമത്തിൽ സംഹാരൂതൻ അതിലേക്ക് കടന്നുപോയപ്പോൾ ഇസ്രായേലിൻ്റെ വീട് തിരിച്ചറിയാനുള്ള
ഒരു വിലയേറിയ മർമ്മമായി അത് ഉപയോഗിക്കപ്പെട്ടു. അതുകൊണ്ട് രക്തം കണ്ടപ്പോൾ സംഹാരൂതൻ ആ വീട്ടിൽ കയറിയില്ല. പെസഹ നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം പാഠം വായിച്ചത് കേട്ടോ ആരെങ്കിലും? അതോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു? കുറച്ച് പേരൊക്കെ വർത്തമാനം പറയാനായിട്ട് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറച്ച് പേര് ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരും ആരാധനയിൽ സംബന്ധിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കില്ല. കുറച്ച് പേര് വർത്തമാനം പറയുന്നുണ്ട്. എന്നാൽ രണ്ടാം പാഠം വായിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? രണ്ടാം പാഠം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ ഭാഗമാണ്. അപ്പോസ്തലന്മാർ ഒരുമിച്ച് കൂടി അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു എന്നുള്ള ഭാഗമാണ്. അതുപോലെ തന്നെ ലേഖനം വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ലേഖനം വായിച്ചത് എന്താണ്? ഞാനിപ്പോൾ പറഞ്ഞ 1 കൊരിന്ത്യർ 11:23 വാക്യമാണ്. അത് പൗലോസ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർ കൊടുത്തു. ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. അതുകൊണ്ടും തന്നെ അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു, എ ന്യൂ കവനൻറ്റ് ഇൻ മൈ ബ്ലഡ്. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ ഈ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനൊക്കെയും കർത്താവിൻ്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തന്നെത്താൻ ശോധന ചെയ്യാതെ ഇരുന്നാൽ ശിക്ഷാവിധി തിന്നുകയും ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരും ആകുന്നു. ഞാനിപ്പോൾ കാണാതെ പറഞ്ഞു. 1 കൊരിന്ത്യർ 11:23 വാക്യമാണ് ഇവിടെ പറഞ്ഞത്. യേശു പറഞ്ഞ കാര്യം ഇവിടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. യേശു പറഞ്ഞ കാര്യം അതുപോലെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ 11-ാം അധ്യായത്തിൽ വായിച്ച് കേൾക്കുന്നത്. അതുകൊണ്ട് 3 പ്രധാനപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ കുർബാന അടങ്ങിയിരിക്കുന്നത്. ആ 3 പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് പഴയ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഒരു വലിയ അനുഭവമായിരുന്നു. എന്ത്? പെസഹായുടെ അനുഭവം. കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം പുരട്ടി സംഹാരൂതൻ അവിടെ കടന്നുപോയി ഇസ്രായേലിൻ്റെ വീട് തിരിച്ചറിഞ്ഞു, അവിടെ കയറിയില്ല. അല്ലാത്ത ഭവനങ്ങളിലൊക്കെയും കുറുമ്പടിമേലും കട്ടിളക്കാലിന്മേലും രക്തം പുരട്ടാത്ത ഭവനങ്ങളിലൊക്കെയും സംഹാരൂതൻ കടന്നുപോയി അവിടെ കയറി മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും സകല കടിഞ്ഞൂലുകളെയും കൊന്നൊടുക്കി. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതേ നിന്നെ കാടം ഏ സംഹാരദൂതേ. അങ്ങനെ സംഹാരദൂതൻ കടന്നുപോയി. നമ്മുടെ എല്ലാവരുടെയും ഭവനത്തിൽ നിന്നും സംഹാരദൂതൻ കടന്നുപോയി. യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ രക്തത്താൽ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടപ്പോൾ സംഹാരദൂതൻ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് കടന്നുപോയി. അതിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ഒരു പെരുന്നാളാണ് ഈ വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈ ഇസ്രായേൽ ജനം നൂറ്റാണ്ടുകളായിട്ട് ആ സംഹാരദൂതൻ കടന്നുപോയി രക്ഷപ്പെട്ടതിനെ അവരോർത്ത് പെസഹ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ആ ലോകത്തിലുള്ള ശുശ്രൂഷയിൽ കർത്താവ് പെസഹ ആചരിക്കാനായിട്ട് മാളിക മുറിയിൽ ഒരുമിച്ച് കൂടി, ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് കൂടി. അത് തൻ്റെ അന്ത്യ അത്താഴ സമയത്താണ്. അപ്പോൾ പെസഹായുടെ ദിവസം തൻ്റെ അന്ത്യ അത്താഴമായിട്ട് ആ സമയത്തെ വേർതിരിച്ചു. ആ അന്ത്യ അത്താഴമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? വിശുദ്ധ കുർബാനയായിട്ട് മാറിയത്. ഇന്നിപ്പോൾ എവൻഗേലിയൻ വായിച്ചു കേട്ട ഭാഗത്ത് അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ പാനപാത്രം എടുത്തു. സംഭവങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ആദ്യ കുർബാനയ്ക്ക് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. ആദ്യ കുർബാനയിലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. പേടിക്കണ്ട, ഒന്നും ചെയ്യാനൊന്നുമില്ല, എഴുന്നേറ്റ് നിന്നാട്ട്. എത്ര പേര് വന്നു? 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 പേരെ വന്നിട്ടുള്ളൂ. ഇരുന്നാട്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടെ മനസ്സിലാകാൻ എളുപ്പമാണ്. ഇന്ന് വൈകിട്ടത്തെ ക്ലാസ് ഇതാണ്, അതുകൊണ്ട് മനസ്സിലാകാൻ വേണ്ടി. അതുകൊണ്ട് 3 ചരിത്ര സംഭവങ്ങൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് പെസഹ. അതെന്താണ്? ഇസ്രായേൽ ജനം ആ സംഹാര താണ്ഡവത്തിൽ നിന്ന് കടന്നുപോയി.
അതോർത്ത് ആചരിക്കുന്ന പെരുന്നാൾ. ആ പെരുന്നാൾ ദിവസം, പെസഹയുടെ ദിവസം, യേശുക്രിസ്തു എന്ത് ചെയ്തു? തൻ്റെ അന്ത്യ അത്താഴത്തിന് വേണ്ടി സമയം വിനിയോഗിച്ചു. ആ അന്ത്യ അത്താഴ സമയത്ത് മുറിക്കപ്പെട്ടതായിട്ടുള്ള അപ്പവും പാനപാത്രവുമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? വിശുദ്ധ കുർബാനയായിട്ട് മാറിയത്. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഡെലിവറൻസ് ആൻഡ് സാൽവേഷൻ. വിശുദ്ധ കുർബാന ഒരു വിടുതലിൻ്റെ ആഘോഷമാണ്. നമ്മൾ ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ജന്മദിനം ആഘോഷിക്കാറുണ്ടോ? ഉണ്ടോ? ജന്മദിനം ആഘോഷിക്കും. വിവാഹം ആഘോഷിക്കാറുണ്ടോ? വിവാഹവും ആഘോഷിക്കും, അല്ലേ? മരണം ആഘോഷിക്കാറുണ്ടോ? മരണം ആഘോഷിക്കാറില്ല. എന്നാൽ മരണം ഓട്ടോമാറ്റിക് ഇന്ന് ആഘോഷമായി പലയിടത്തും മാറിയിരിക്കുകയാണ്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം അത് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ. എത്രമാത്രം ആർഭാടമായി മരണത്തിൻ്റെ ശുശ്രൂഷകൾ നടത്താമോ അത്രമാത്രം ആർഭാടം കാണിക്കുന്ന ഒരു ആഘോഷമായി മരണവും മാറി. ഇന്ന് ദുഃഖമൊന്നുമില്ല. മറ്റുള്ളവരുടെ മുന്നിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ദുഃഖം അഭിനയിക്കുകയാണ്. എന്നാൽ ദുഃഖമുള്ള ധാരാളം ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയില്ല. എന്നാൽ നമ്മൾ മരണം ആഘോഷിക്കാറില്ല. എന്നാൽ ഒരാളിൻ്റെ മരണം ആഘോഷിക്കുന്നു. ആരുടെ മരണം? യേശുക്രിസ്തുവിൻ്റെ മരണം ആഘോഷിക്കുന്നു. കാരണം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ് ഞാനും നിങ്ങളും ആ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടത്. സംഹാരത്തിൽ നിന്ന് ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെട്ടത് ഈ മരണത്തിൽ നിന്നാണ്. അതിനെ ഒരു മർമ്മം എന്നൊരു പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് മർമ്മം എന്നുള്ള പദം രണ്ട് കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ വിവാഹത്തിന് മർമ്മം എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറയുന്നത്. എഫെസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറയുന്നത്. ഈ മർമ്മം വലിയത്. അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ഈ മർമ്മം വലിയത്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ജീവിച്ചിരിക്കുന്നവരെ ഉള്ളേ രൂപാന്തരപ്പെടും. രണ്ടാമത്, മരിച്ചവർ അക്ഷയരായി ഉയർച്ചു നിൽക്കും. ഈ മർമ്മം വലിയത്. അതുകൊണ്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് മർമ്മം എന്നുള്ള പദം മരണത്തിനും വിവാഹത്തിനും ഉപയോഗിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥനയിലാണെന്ന് തോന്നുന്നു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മുടെ വീടുകളുടെ എല്ലാം ഭിത്തിയിൽ മീനിൻ്റെ പടം വരച്ചിട്ടുണ്ട്. അത് നമുക്കറിയത്തില്ല മീനിൻ്റെ പടം എന്താണെന്ന്. വരയ്ക്കുന്ന മേശരിക്കറിയാം എന്താണ് ഈ മീനിൻ്റെ പടം. ഒരുപാട് ഭവനങ്ങളിൽ ഞാൻ സന്ദർശിച്ചപ്പോൾ മീനിൻ്റെ പടമുള്ള ഭിത്തികൾ കണ്ടിട്ടുണ്ട്. എന്താണ് മീനിൻ്റെ പടം? 1 മുതൽ 10 വരെയുള്ള നൂറ്റാണ്ടുകളെ പീഡന കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. 1 to 10 century is known as the age of persecution. പീഡന കാലഘട്ടമാണ്. ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ പിതാക്കന്മാർ, മാതാക്കൾ ഗുഹകളിലും കല്ലറകളിലും പോയിരുന്നു പ്രാർത്ഥിച്ചു. ക്രിസ്ത്യാനികളുടെ വീട് കണ്ടാൽ അവിടെ ശത്രുക്കൾ കയറി അവരെ ആക്രമിക്കും. അതിഭയങ്കരമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി. ആ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികളുടെ വീട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ചിഹ്നമാണെന്ത്? മത്സ്യത്തിൻ്റെ പടം. ഇന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള നമുക്കറിയത്തില്ല. പള്ളിയിൽ പോകാത്ത മേശരിക്കറിയാം ഇതെന്താണെന്ന്. ആ മേശരിയാണ് പടം വരച്ചു വയ്ക്കുന്നത്. അതുകൊണ്ട് മർമ്മം എന്നുള്ള പദത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാനിത് പറഞ്ഞത്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വിലയേറിയൊരു മർമ്മമാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഡെലിവറൻസ് ആൻഡ് സാൽവേഷൻ. വിടുതലിൻ്റെയും രക്ഷയുടെയും ആഘോഷമാണെന്ത്? വിശുദ്ധ കുർബാന. ഞാനും നിങ്ങളും വിടുവിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വിരുന്നാണ്. ഇറ്റ് ഈസ് ദ ഫീസ്റ്റ് ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ വിലയേറിയ വിരുന്നാണ് ഈ വിശുദ്ധ കുർബാന. അതുകൊണ്ട് കുമ്പസാര പ്രാർത്ഥനയിൽ നമ്മൾ 3 ആളുകളെ ഓർക്കുന്നുണ്ട്. ആരെയൊക്കെയാണ് ഓർക്കുന്നത്? പറയണം. ക്രൂശി കിടന്ന കള്ളൻ, പാപിനിയായ സ്ത്രീ, ചുങ്കക്കാരൻ. ഇത് നമുക്ക് ഈ വിശുദ്ധ കുർബാന കൈക്കൊള്ളാൻ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഇത്ര വിദ്യാഭ്യാസമുള്ളവർക്കാണ്, ഇത്ര ഡിഗ്രി ഉള്ളവർക്കാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നുണ്ടോ? എന്നാൽ വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാൻ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ അവിടുന്ന് നിരസിക്കുകയില്ല. തകർന്നും നുറുങ്ങിയുമുള്ള കുമ്പസാരത്തോടു കൂടിയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുന്നത്. അങ്ങനെ തകർക്കപ്പെടലിൻ്റെയും നുറുക്കപ്പെടലിൻ്റെയും അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ ഈ വിശുദ്ധ കുർബാന കൈക്കൊള്ളാനുള്ള ക്വാളിഫിക്കേഷൻ ആ കുമ്പസാരമാണ് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ശോധന ചെയ്യാതെ ഇരുന്നാൽ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരുമാകുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നു. ഇനി 2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ.
വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ ഭക്ഷണം കഴിക്കാമോ? ആദ്യ കുർബാനയ്ക്ക് വരുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഭക്ഷണം കഴിക്കാമോ? ഒരുപാട് പേര് കഴിക്കാൻ പാടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ കുർബാന മുഖാന്തരം നമ്മൾ രോഗികളായി തീരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ചിലർ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നവരുണ്ട്, മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഈ വിശുദ്ധ കുർബാനയിൽ ഫാസ്റ്റിങ്ങിലിരുന്ന് വീട്ടിൽ പോകുമ്പോൾ 12 മണിയോ ആകും. അപ്പോൾ അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ആ സമയത്ത് നമ്മൾ എന്താ വേണം? ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ബ്രെഡോ അല്ലെങ്കിൽ ഇച്ചിരി കഞ്ഞിയോ അല്ലെങ്കിൽ ലൈറ്റായിട്ട് കഴിച്ചുകൊണ്ട് വരുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അത് കഴിക്കണം. അത് കഴിക്കാതെ ഇവിടെ വന്ന് മയങ്ങി വീണാൽ അത് ശിക്ഷാവിധിയുടെ ഭാഗമാണ് എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് ലൈറ്റായിട്ട് കഴിക്കണം. അല്ലാതെ തലേന്ന് വെച്ച കോഴി ഇങ്ങനെ ഇരിപ്പുണ്ട്, അത് പൊരിച്ചടിച്ച് 4 ചപ്പാത്തിയും പൊറോട്ട 4 ബാലൻസ് ഇരുന്ന് അതും അടിച്ച് 2 താറാമുട്ട അടിച്ച് അപ്പോൾ 4 പഴവും കൂടെ അടിച്ചേച്ച് മൂക്കുമുട്ട അടിച്ചേച്ച് പള്ളി വന്നാൽ ഇവിടെ ഇരുന്ന് അച്ഛൻ പറയുന്ന എല്ലാം ശരിയാണെന്ന് ഉറക്കം തൂങ്ങേണ്ടി വരും. ഇവിടെ ചിലർ ഉറക്കം തൂങ്ങുന്നുണ്ട്, അച്ഛൻ പറയുന്ന എല്ലാം ശരിയാണ്. അപ്പോൾ അങ്ങനെ അല്ല നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ രോഗികളായി തീരാതിരിക്കുവാൻ ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കാം. എന്നാൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. ഇന്നലെ രാത്രിയിൽ ലൈറ്റായിട്ട് ഒരു ചപ്പാത്തി കഴിച്ചു. ഇന്ന് രാവിലെ ഫാസ്റ്റിങ്ങിലാണ് ഞാൻ വിശുദ്ധ കുർബാന എടുക്കുന്നത്. ഇന്ന് ഇത് കഴിയുമ്പോൾ സൈഡ് റൂമിലോ വീട്ടിലോ ചെല്ലുമ്പോഴാണ് ഒരു ചായ ലഭിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു സിംഗിൾ ചായയാണ്. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഷുഗറിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്, എന്നാലും ഒരു കുഴപ്പവും എനിക്ക് ഇതുവരെ ഇല്ല. നാളെ എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫാസ്റ്റിങ്ങിലിരുന്ന് നമുക്ക് വീട്ടിൽ ചെല്ലുന്നിടം വരെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ സാധിക്കുമെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ഇനി രണ്ടാമതൊരു ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് അന്ത്യകുദാശ എന്ന് പറയുന്ന അന്ത്യകുർബാന എന്ന് പറയുന്നത് സഭ പഠിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. നമ്മൾ അന്ത്യമായിരിക്കണമെന്ന് വിചാരിച്ചാണ് ചിലർക്ക് കുർബാന കൊടുപ്പിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ സുഖമില്ലാതെ ഭവനങ്ങളിലിരിക്കുമ്പോൾ ഇനി ജീവിക്കത്തില്ല, മിക്കവാറും ഒക്കെ പരുവായി, അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ അതുകൂടെ അങ്ങ് കൊടുത്തേക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്നവരെ സംബന്ധിച്ചാണ് എന്ത് അന്ത്യകുർബാന. എന്നാൽ മാർത്തോമാ സഭ ഈ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഒരിക്കലും അന്ത്യകുർബാനയിൽ വിശ്വസിക്കുന്നില്ല. അന്ത്യമല്ല ഇത്. ഞാൻ ഇവിടെ തന്നെ കുർബാന കൊടുത്ത ആളുകൾ നാളുകളായി ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ കുർബാന കൊടുത്ത ആളുകൾ 10 വർഷം വരെ ജീവിച്ചിരുന്ന് പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന കൈക്കൊള്ളത് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ആരെയും കൊല്ലാനുള്ളതല്ല, ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനാണ് വിശുദ്ധ കുർബാന. എന്നാൽ കൊടുക്കുന്നവരുടെ ആഗ്രഹമാണ് എന്ത്? കണ്ടു നിൽക്കുന്നവരുടെ ആഗ്രഹമാണ്. അയലോക്കാർ കുശൂശ പറയും, ഇന്നടത്ത് കുർബാന കൊടുത്തു, അത് അന്ത്യമാണ്, അത് വേണമെന്ന് എത്തിച്ചിട്ടേക്കുക എന്ന് പറയും. അങ്ങനെ ഒരു വിശ്വാസം മാർത്തോമാ സഭയിലില്ല. അവരുടെ മനസ്സിൻ്റെ ആഗ്രഹമാണ് അത് പറയുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെലിബ്രേഷനാണ്. ഈ കുർബാന എളമ്പ പള്ളിയിൽ ഇന്നിവിടെ അനുഷ്ഠിക്കുന്നത്, സെൻറ് തോമസ് പള്ളിയിൽ അനുഷ്ഠിക്കുന്നത്, അല്ലെങ്കിൽ കർമ്മേൽ പള്ളിയിൽ അനുഷ്ഠിക്കുന്നത്, ലോകത്തിലുള്ള എല്ലാ പള്ളികളിലും ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു വലിയ ആഘോഷമാണ്. 2 കാര്യങ്ങളുടെ ആഘോഷമാണ്. ഒന്ന് വിടുതലിൻ്റെ ആഘോഷമാണ്, അതോടൊപ്പം തന്നെ രക്ഷയുടെ ആഘോഷമാണ് എന്നുള്ളത് ഓർക്കണം. 430 വർഷക്കാലം അടിമകളായി തീർന്ന ഇസ്രായേൽ ജനം മിസ്രൈമിലെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കനാൻ നാട്ടിലേക്കുള്ള അവരുടെ യാത്രയിൽ അവർക്ക് ലഭിച്ചതായിട്ടുള്ള വിടുതലിൻ്റെ അനുഭവമാണ് ഈ അവരുടെ പെരുന്നാളുകളുടെ എല്ലാം അനുഭവം എന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് നമ്മളെല്ലാവരും കർത്താവിൻ്റെ തിരുശരീരവും തിരു രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ മരണത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നമ്മളെല്ലാവരും വിടുവിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. നമ്മൾ വിശുദ്ധ കുർബാനയിൽ 3 സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ധൂപക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട്. ആ ധൂപക്കുറ്റിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ മുകളിലെ തട്ട് അത് ആകാശത്തെ പ്രതിനിധീകരിക്കുകയാണ്. ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ സ്കൈസ് ആൻഡ് എർത്ത്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. താഴത്തെ തട്ടെന്ന് പറയുന്നത് ഭൂമിയാണ് പ്രതിനിധീകരിക്കുന്നത്. അതിൽ 4 ചങ്ങലകളുണ്ട്. ഒരു ചങ്ങല പിതാവ് ഇതിനെ പ്രതിനിധീകരിക്കുന്നു, രണ്ടാമത്തെ ചങ്ങല പുത്രൻ തമ്പുരാനെ പ്രതിനിധീകരിക്കുന്നു, മൂന്നാമത്തെ ചങ്ങല പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. ഈ 3ഉം കൂടെ ഏകമായിരിക്കുന്ന ഒരു വലിയ ചങ്ങലയുണ്ട്. അതാണ് ഞങ്ങൾ കയ്യിൽ ഇതിനെ ബേസിക്കായിട്ട് പിടിക്കുന്നത്. അപ്പോൾ ത്രിയേക ദൈവം അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് 4ാമത്തെ ചങ്ങല. ഇനി ഇതിൽ 12 മണികളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തലന്മാരെയാണ് അത് പ്രതിദാനം ചെയ്യുന്നത്. ആ ധൂപക്കുറ്റിയിലിടുന്ന കരി, അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചല്ലോ. എൻ്റെ നിങ്ങളുടെയും പാവമംഗലമായ ജീവിതത്തെയാണ് പ്രതികരിക്കുന്നത്. ആ പാവമംഗലമായ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന തീ പ്രവേശിക്കുമ്പോൾ
ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുന്നവരായിത്തീരും. അതിലിടുന്ന കുന്തിരിക്കം, ആ കുന്തിരിക്കം നമുക്ക് സൗരഭ്യവാസന മണക്കും. ഈ ആരാധന നമുക്കെല്ലാവർക്കും മണം ലഭിക്കുന്നതായിത്തീരണം. ഇന്ന് അടുത്തിരിക്കുന്ന ആളുകൾ വർത്തമാനം പറയുമ്പോൾ വായിൽ നിന്ന് മണം അടുത്തിരിക്കുന്ന ആളുകൾക്ക് വരും. ആ മണമല്ല, ദൈവത്തിൻ്റെ സൗരഭ്യമുള്ളവരായിട്ട് നമ്മൾ തീരണം. അടുത്തിരിക്കുന്ന ആളിന് ഞാനും നിങ്ങളുടെയും ആരാധന, എൻ്റെ നിങ്ങളുടെ ആരാധന സൗരഭ്യവാസനയായി തീരണം, മണമുള്ളതായി തീരണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നല്ല മണം. അതുപോലെ തന്നെ അന്തരീക്ഷത്തെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരനുഭവമാണ്. അതുകൊണ്ട് വി ആർ സേഫ് ഇൻ ദി ആംസ് ഓഫ് ഗോഡ്. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും സകലവും ആ ചങ്ങലകളുമെല്ലാം ഭൂമിയിലുള്ള സകല സർവ്വചരാചരങ്ങളും പാപികളായ മനുഷ്യരും വി ആർ സേഫ് ഇൻ ദി ആംസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണെന്നാണ് ഈ ധൂപക്കുറ്റി വീശുമ്പോൾ പറയുന്നത്. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ ടി വിയിൽ കണ്ടു, ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരാൾ കുറച്ച് ചപ്പിയോറ് കൊണ്ടുവന്ന് നിക്ഷേപിച്ചു. അയാൾ എത്ര പറഞ്ഞിട്ടും ചപ്പിയോറ് അത് ഡിമോളിഷ് ചെയ്യുന്നില്ല. അതിൽ പ്രതിഷേധിച്ച് ഒരാൾ സമരത്തിൻ്റെ ഭാഗമായി ചപ്പിയോറുകൾ കൊണ്ടുവന്ന് മുനിസിപ്പാലിറ്റിയിൽ നിക്ഷേപിച്ചിട്ട് പോയി. നമ്മുടെ ദേവാലയം എന്ന് പറയുന്നത്, നമ്മൾ ചപ്പിയോറുകളൊക്കെ ഇന്നലെ കൊണ്ട് ഒരാൾ എടുത്ത് കളഞ്ഞു. നമ്മുടെ ആരാധന സൗരഭ്യവാസനയാണെന്ന് ഞാൻ പറഞ്ഞു. കുന്തിരിക്കം നമ്മളെല്ലാവരെയും ശുദ്ധീകരിക്കുന്ന അനുഭവമാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ആരാധന ശുദ്ധീകരണത്തിൻ്റെ ഇതാണ്. മറ്റുള്ളവർക്ക് ശുദ്ധീകരണവും സൗരഭ്യവും നൽകണം. എന്നാൽ നമ്മൾ ചില സാധനങ്ങളിലൂടെ നിക്ഷേപിക്കുന്നുണ്ട്. നമ്മളറിയാതെ ചില സാധനങ്ങൾ, ചില കഥകൾ, ഇതൊക്കെ ചിലപ്പോൾ 1 മിനിറ്റിൽ 1 സെക്കൻഡിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന അനുഭവമാണ് ആരാധന. നമ്മൾ വീട്ടിൽ നിന്ന് മാലിന്യം കൊണ്ട് ഇവിടെ വന്ന് ഇടരുത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അപ്പം ഞാൻ പറയുമ്പോൾ പ്ലാസ്റ്റിക് സഞ്ചിക്കകത്ത് കൊണ്ടിരുന്നതായിരിക്കും ചിലർക്ക് ഓർമ്മ വരുന്നത്, അത്രയും ബുദ്ധിയേ ഉള്ളൂ. എന്നാൽ അതല്ല, നമ്മൾ ഫ്രീ ആയിട്ടാണ് വന്നത്. നമ്മുടെ ചില വകുപ്പുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അടുത്തിരിക്കുന്ന ആളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ പള്ളിക്കകത്ത് ശുദ്ധീകരണത്തിന് പകരം മാലിന്യം നിക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് ആരാധന എന്ന് പറയുന്നത് നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധന ക്രമത്തിൽ പറയുന്നുണ്ട്, ഏകപിതാവ് പരിശുദ്ധനാവും. പിന്നെ അവിടെ ഒരു പ്രാർത്ഥന അച്ഛൻ ചെല്ലും. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. അപ്പോൾ ജനങ്ങൾ അവിടെ ഒന്ന് വിളിച്ചു പോവുകയാണ്. എന്തോ പറയുന്നത്? അയ്യോ അച്ഛാ, ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏക റൂഹായുമേ പരിശുദ്ധനേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഭാവികളായ മനുഷ്യരാണ്, എന്നാൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തരണമേ എന്നാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നിന്ന് വിളിച്ച് കൂവുന്നത്. അങ്ങനെ ആത്മാർത്ഥമായി വിളിച്ചു കൂവുന്ന ആളുകൾക്ക് വേണ്ടി നൽകപ്പെടുന്ന ശുദ്ധീകരണത്തിൻ്റെ വിരുന്നാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധാരാളം പ്രസംഗങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അത് പിന്നീടുള്ള അവസരം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പുതിയ നിയമസഭയ്ക്ക് നൽകുന്ന പെസഹായുടെ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. പുതിയ നിയമ ഇസ്രായേലിന് നൽകുന്ന പെസഹ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് മുമ്പേ പാടിയ പാട്ടിൻ്റെ വരികൾ ഒന്നുകൂടെ നമുക്ക് പാടാം. എൻ സങ്കടങ്ങൾ സകലാവും തീർന്നു പോയി, സംഹാര പോയേ മാറായെ മധുരമാക്കി മാറായെ കുമാവേൻ പാറേ. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് റിമംബറൻസ്. ഓർമ്മയുടെ ആഘോഷമാണ് വിശുദ്ധ കുർബാന. മുമ്പേ ഞാൻ പറഞ്ഞ എന്തുവാ? വിശുദ്ധ കുർബാന ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ഡെലിവറൻസ് ആൻഡ് സാൽവേഷൻ. വിടുതലിൻ്റെയും രക്ഷയുടെയും ആഘോഷമാണ്. മൂന്നാമത് പറഞ്ഞത് എന്താണ്? ഇത് ഓർമ്മയുടെ ആഘോഷമാണ്. ഇറ്റ് ഈസ് എ ഫീസ്റ്റ് ഓഫ് റിമംബറൻസ്. എന്താണ് ഓർക്കേണ്ടത്? ഇതൊരു വലിയ മെമ്മറിയാണ്. ദാവീദ് തൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ഞാൻ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നു. എളമ്പൽ ജെറുസലേം പള്ളിയിൽ ആരാധനയ്ക്കിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നേക്കാൾ പ്രായമുള്ളവരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരുമായ അനേകം ആളുകളെ നോക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പണ്ടത്തെ നാളുകളെ നാം ഒരിക്കലും വിസ്മരിക്കരുത്. പണ്ടത്തെ നാളുകളെ ഓർക്കണം. ചില ഹൃദയങ്ങളിൽ നിന്നെങ്കിലും സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും ശബ്ദം ഉയരുന്നുണ്ടെന്ന് എനിക്കറിയാം.
പണ്ടത്തെ നാളുകളെ ഓർക്കുവാൻ നാം ഒരിക്കലും മറന്നു പോകരുത്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, മരുഭൂമിയെ വിരുന്നൊരുക്കിയ ആ കാര്യം നീ ഒരിക്കലും മറന്നു പോകരുത്. മാറായെ മധുരമാക്കി തീർത്ത അനുഭവം നീ ഒരിക്കലും മറന്നു പോകരുത്. യേശു കർത്താവ് തിബിരിയാസ് കടൽക്കരയിൽ ശിഷ്യന്മാർക്ക് വേണ്ടി വിരുന്നൊരുക്കി, പ്രാതലൊരുക്കി. തിബിരിയാസ് കടലിൽ ആ സെലിബ്രേഷൻ കൊണ്ടാടുവാൻ സാധിച്ചു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഓരോ ഭക്ഷണവും ഓരോ ഓർമ്മയാണ്, ഓരോ വിരുന്നാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനം അതൊരു ഫെസ്റ്റിവലായി കൂടാര പെരുന്നാളും അതുപോലെ തന്നെ പെന്തക്കോസ്ത് പെരുന്നാളും പെസഹ പെരുന്നാളും ഒക്കെയും അവർ വലിയ വിരുന്ന് സൽക്കാരമായി കൊണ്ടാടുന്നത്. കർത്താവ് പുതിയ ഇസ്രായേലാകുന്ന നമ്മളോട് പറയുകയാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറയുകയാണ്. അതുകൊണ്ട് സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ ഓർമ്മ ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്. ജോസഫ് പറയുകയാണ്, എൻ്റെ സങ്കടദേശത്ത് ദൈവം എന്നെ കരുതിയത് ഞാൻ ഓർക്കുകയാണ്. എൻ്റെ സങ്കടദേശത്ത് ദൈവം എന്നെ കരുതിയത് ഞാൻ ഓർക്കുകയാണ്. മാറായെ മധുരമാക്കിയ ദൈവം ഇത് കരുണയുടെ വിരുന്നാണെന്ന് നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനം ആചരിക്കുമ്പോൾ കയ്പ് ചീര കൂടെ എടുത്തിരുന്നു. എന്താണ് ആ കയ്പ് ചീര? അടിമത്തത്തിൻ്റെ കയ്പേറിയ അനുഭവങ്ങളെ ഓർപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ഓർക്കുന്നതിന് വേണ്ടിയാണ് കയ്പ് ചീര അവർ വിരുന്ന സൽക്കാരത്തിൻ്റെ അനുഭവമായി എടുത്തത്. ഇന്ന് നല്ല പെരുന്നാളുകൾ കൊണ്ടാടുമ്പോൾ പഴയ കാലത്തെ കയ്പേറിയ അനുഭവങ്ങളെ ഒരിക്കലും മറന്നു പോകരുത്. പലരും സംസാരിക്കുമ്പോൾ പറയും, എൻ്റെ വീട്ടിൽ ഞാൻ സ്വർണ്ണ കരണ്ടിയും കൊണ്ടാണ് ജനിച്ചതെന്ന് പറയും. അതേപോലെ സ്വർണം പോയിട്ട് കരണ്ടി പോലും കണ്ടിട്ടില്ല, അങ്ങനെയുള്ള അനുഭവത്തിലാണ്. എന്നാൽ ഇപ്പോൾ പറയും, ഇച്ചിരി പണവും ബുദ്ധിനും ഒക്കെ ആയി കഴിയുമ്പം പള്ളിയും വേണ്ട കൂട്ടായ്മയും വേണ്ട, പറയും എന്താണ്, ഞാൻ സ്വർണ്ണക്കരണ്ടിയും കൊണ്ടാണ് ഞങ്ങൾ ജനിച്ചതെന്ന് പറയും. അങ്ങനെ സ്വർണ്ണക്കരണ്ടിയുടെ അനുഭവമല്ല, അടിമത്തത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണ് വിശ്വാസിയെ ഞാനും നിങ്ങളും കടന്നുപോയത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. അതുകൊണ്ട് ഇതൊരു വിരുന്നാണ്, ഇതൊരു ഓർമ്മയുടെ വിരുന്നാണ്. മാനസാന്തരപ്പെട്ട് തിരികെ വരുന്നതായിട്ടുള്ള ഇളയ മകനെ സ്വീകരിക്കുന്ന പിതാവായ ദൈവം, ആ പിതാവ് തൻ്റെ വീട്ടിൽ വിരുന്നൊരുക്കി. നളമ്പപ്പള്ളി ദൈവത്തിൻ്റെ ഭവനമാണ്. ഈ ഭവനത്തിൽ ഒരു വിരുന്നൊരുക്കിയിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും തകർന്നു നുറുങ്ങിയുള്ള ഹൃദയത്തെ പാപമോചനം പ്രാപിക്കുന്നവർക്ക് വേണ്ടി നൽകപ്പെടുന്ന വിലയേറിയ ഒരു വിരുന്നാണ് ഈ വിശുദ്ധ കുർബാന ഇത് പറയുന്നത്. ഇറ്റ് ഈസ് എ യൂക്കറിസ്റ്റ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ പറയും, വിശുദ്ധ കുർബാനയ്ക്കുള്ള പേരുകൾ പറയുമ്പോൾ പറയും, ഇതൊരു വിശുദ്ധ സംസർഗമാണ്. അത് CSI സഭയാണ് ഇത് ഉപയോഗിക്കുന്നത്, വിശുദ്ധ സംസർഗമാണ്. അവർ കാണുമ്പോൾ പറയും, നിങ്ങൾ ഇന്ന് പള്ളിയിൽ വിശുദ്ധ സംസർഗം ഉണ്ടോ എന്ന് ചോദിക്കും. ഹോളി മാസ് കത്തോലിക്ക സഭയാണ് ആ പദം ഉപയോഗിക്കുന്നത്. വിശുദ്ധ കുർബാന അത് മാർത്തോമാ സഭയാണ് അത് ഉപയോഗിക്കുന്നത്. യൂക്കറിസ്റ്റ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ആംഗ്ലിക്കൻ സഭയാണ്. ഇതൊരു സ്തോത്രാർപ്പണമാണ്. എന്താ എൻ്റെ സ്തോത്രമാണ്? മരണത്തിൽ നിന്നും ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഞാനും നിങ്ങളും വിടുവിക്കപ്പെട്ട ഒരു സ്തോത്രത്തിൻ്റെ അനുഭവമാണ്. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. എല്ലാവരും പ്രാർത്ഥനയോട്ട് ഇരുന്നാട്ടെ. കർത്താവേ, ഈ വിശുദ്ധ തിരുശരീരവും തിരുരക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ ആ കൈപ്പേറിയ അനുഭവങ്ങളെ ഓർക്കുവാൻ, അത് ഓർത്ത് വിടുതൽ പ്രാപിച്ചു എന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ എന്നെ നിങ്ങളെ ഒരുക്കണമെന്ന് ശാന്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറായേ മധുരമാക്കി മാറായേ പറയെ പിളർ പറയെ എൻ സങ്കടങ്ങൾ സകലാവും സംഹാര എന്നെ കാടം ഏ നിശ്ചയിക്കപ്പെട്ട ആളിന് ഈ സമയത്ത് ചുരുക്കമായിട്ട് പ്രസംഗത്തിൻ്റെ വിഷയം മാത്രം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം.